എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പല്ലുവേദനയെക്കുറിച്ച് നോക്കാം. ഒട്ടുമിക്ക ആളും അവരുടെ ലൈഫിൽ അനുഭവിച്ച ഒരു പ്രയാസമാണ് ഈ പല്ലുവേദന എന്ന് പറയുന്നത്. ചിലർക്ക് പല്ലിന് പോടായിരിക്കും, അല്ലെങ്കിൽ മോണയിൽ പഴുപ്പായിരിക്കും, ഇങ്ങനെ പല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയായിരിക്കും. ഒരുപാട് കാരണങ്ങൾ അതിനുണ്ടാകാറുണ്ട്. പക്ഷേ ഈ പല്ലുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും തലയും ഒക്കെ വേദന എടുക്കും, നമുക്ക് സഹിക്കാൻ പറ്റാത്ത, ഉറങ്ങാൻ പറ്റാത്തൊരു വേദനയായിരിക്കും പല്ലുവേദന എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇത്ര നാൾ ശീലിച്ച കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റി ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പല്ലുവേദന ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണെങ്കിൽ പല്ലുവേദന ഉള്ള സമയത്ത് നിങ്ങൾ ടൂത്ത് പേസ്റ്റ് മുഴുവൻ ഒഴിവാക്കുക. അതിന് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് പല്ലിന് മുകളിൽ നിന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് മാത്രം ബ്രഷ് ചെയ്യുക. അത് ചെയ്യുക. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ മോണക്ക് നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് 2 വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മോണ വെളിച്ചെണ്ണയിൽ മസാജ് ചെയ്തുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പല്ല് തേക്കണം നിർബന്ധമാണെങ്കിൽ ഇത് പൊടികളുണ്ടാവും, പേസ്റ്റിന് പകരം അത് അത്യാവശ്യം ഉപയോഗിക്കാം. പക്ഷെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് കുറച്ച് നിർത്തുക. ടൂത്ത് പേസ്റ്റിൻ്റെ ഉപയോഗം, ഇതിൻ്റെ ഉപയോഗം. ചില മരുന്നുകൾ എല്ലിനെ ബാധിക്കുന്ന പോലെ, എല്ലിന് പൊട്ടലുകൾ ഉണ്ടാകുന്ന പോലെ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. പല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പല്ലിനുള്ളിൽ എന്തെങ്കിലും ഇരിക്കുന്നത്, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇരിക്കുന്നത് ഇല്ലാണ്ട് കെയർ ചെയ്യുക. അതിനൊന്ന് ബ്രഷ് ചെയ്ത് റിമൂവ് ചെയ്യുക. അതുപോലെ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്നുകൊണ്ട് മാത്രം ആഹാരം കഴിക്കുക. അതും ഒരു നേരത്തെ ഫ്രൂട്ട്. ഈ പല്ലുവേദന ഉള്ളപ്പോൾ കഴിക്കേണ്ട ഏത് ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം. നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആകാം, റോ ആയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ സാധനമായിരിക്കും. ഇതെങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ പല്ലുവേദന കൂടിയ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ജ്യൂസ് ഫോമിൽ കുടിക്കണം. പല്ലുവേദന ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പല്ലുവേദന ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു ഇതാണ് ഇപ്പുറത്തെ ഭാഗത്തിനെ കൊണ്ട് വേദന ഇല്ലാത്ത പല്ലുകളെ കൊണ്ട് ചവക്കുക എന്നുള്ളത്. അത് ഒഴിവാക്കിക്കൊണ്ട് ജ്യൂസ് ഫോമിൽ നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണോ ഇഷ്ടം, വേവിച്ചതാണെങ്കിൽ അത് ജ്യൂസ് ഫോമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ കഴിച്ച് വിശപ്പ് മാറുന്ന അവസ്ഥയിൽ നിർത്തുക. വിശപ്പ് വളരെ കുറവായിരിക്കും. വിശപ്പുള്ള സമയത്ത് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് രാത്രി നേരത്തെ ഉറങ്ങിക്കൊണ്ട് വിശ്രമിച്ച് കഴിഞ്ഞാൽ ആ പല്ലിൻ്റെ വേദന സ്വാഭാവികമായിട്ട് കുറയും. പിന്നീട് നിങ്ങൾ നല്ലൊരു ജീവിതശൈലി പല്ലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരുന്ന സ്ഥിരമായിട്ട് വരുന്ന വേദനയും കാര്യങ്ങളും കുറയുന്നത് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ ലൈഫിൽ ഞാൻ അനുവർത്തിച്ച മാർഗ്ഗമാണ്. ഇത്ര കാലമായിട്ടും ഞാൻ പല്ലിൻ്റെ ഡോക്ടറെ അടുക്ക പോയിട്ടില്ല. കാരണം പല്ലിന് അങ്ങനെ വേദനയോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. അധികം ഞാൻ ഉമിക്കരി വാങ്ങിയിട്ട് തേക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പണ്ടേ ഞാൻ അങ്ങനെ ഒരു ശീലം കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല പേസ്റ്റിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ ചെയ്യുന്നതാണ്. പൽപ്പൊടികൾ വാങ്ങും. പൊടികളാണ് പിന്നീട് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ വേദന അങ്ങനൊരു എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായത് 24 ആ ഇയറിൽ പുതിയ പല്ല് വരുന്ന കൊണ്ടുള്ളൊരു വേദന ഉണ്ടാവുമല്ലോ, അത് മാത്രമായിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായത്. അതെന്നെ സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം ആ പെയിൻ എത്രമാത്രം ഉണ്ടായി എന്നുള്ളത്. ആ ഒരു പല്ല് വരുമ്പോൾ ഉള്ളൊരു വേദനക്ക് ഞാൻ ഡോക്ടറെ കാണിച്ചു എന്നല്ലാതെ വേറെ പല്ലുവേദന കൊണ്ട് ബുദ്ധിമുട്ടില്ല. ഒത്തിരി പേര് പറയുന്നേക്കാം എല്ലാ പല്ലും വേദനയാണ്, മോണ മുഴുവൻ വേദനയാണെന്ന്. നിങ്ങൾ ഇങ്ങനെയൊന്ന് നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റി നോക്കൂ. ആ വേദന വരുന്ന ആ കാലയളവിൽ പേസ്റ്റ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. അതിന് പകരം ബ്രഷ്, സാധാരണ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കുക. അതിനുശേഷം രാത്രി ആകുമ്പോൾ പച്ച വെളിച്ചെണ്ണ കയ്യിലെടുത്തുകൊണ്ട് എല്ലാ മോണക്കും പുരട്ടിയിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. അതങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണക്കും ബലം കിട്ടും. അത് പല്ലിൻ്റെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.